കൈയാക്കുകയോ ചെയ്തിട്ട് എന്തിനാണ് പോടാ തൊഴിലാളിയുടെ ആര്യ ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു തൊഴിലാളികളാണ് ഇവിടെ ഇപ്പോൾ ബഹളം ഉണ്ടാക്കുന്നത്. ഇവരെ കയ്യേറ്റം ചെയ്തു എന്നാണ് പറയുന്നത്. അടിക്കാണ് ചണ്ടക്കട രണ്ടാടിയടാ ആര്യ ഇപ്പോൾ ഇവിടെയുള്ള തൊഴിലാളി ആളുകളും ഇവിടെ അടി കൊടുക്കണം. ബാക്കിയുള്ളവർക്ക് പിന്നെ ആടിയാണെന്ന് പറഞ്ഞവരെ പോയി ഇവരെ വലിയ ഷോ കാണിച്ചോണ്ട് പോവില്ലേ ചേട്ടാ എന്താ ചേട്ടാ ഷെട്ടിയിരുന്ന തൊഴിലാളികളെ പഠിച്ചേക്കും നല്ല വേറൊന്നുമില്ല. എന്ത് കാര്യത്തിന് ഞാൻ നോക്ക് ഈ പിള്ളേർ ഈ പയ്യന്മാരാ ഈ തൊഴിലാളി മുഖത്ത് അവിടെ വെറുതെ ഇരുന്ന തൊഴിലാളിയാണ്. എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ എന്തെങ്കിലും പ്രകോപനമാണ്. ആരെ തല്ലിയത് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഗുണ്ടകളെ എന്നെ തല്ലിയത്. അതായത് വലിയ തരത്തിലുള്ള പ്രതിഷേധം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ തൊഴിലാളികളാണ് ഇവിടെ ഇപ്പോൾ ബഹളമുണ്ടാക്കുന്നത്. അതായത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ മാർച്ചിനിടയിൽ ഇവിടെയുള്ള തൊഴിലാളികളെ തല്ലി എന്നാണ് പറയുന്നത്. തലയ്ക്ക് അടി കിട്ടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ തൊഴിലാളി പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ്. കണ്ണിനുൾപ്പെടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. കണ്ണ് കലങ്ങിയിരിക്കുന്ന സ്ഥിതിയാണെന്നും ഇപ്പോൾ തൊഴിലാളി ഉൾപ്പെടെ മാധ്യമങ്ങളോട് പറയുന്ന സ്ഥിതിയാണുള്ളത്. അതായത് ഈ മാർച്ചിനിടയിൽ വലിയ തരത്തിലുള്ള സംഘർഷം ഒഴിവാക്കാനായി പലതവണ ജലപീരങ്കി അടക്കം ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു ദൃശ്യങ്ങളൊക്കെ കണ്ടതെങ്കിൽ അതിനിടയിൽ ഈ മാർച്ചിനിടയിൽ തൊഴിലാളികളെയും ഇവർ ആക്രമിച്ചു എന്നതാണ് ഇപ്പോൾ ഇവിടെയുള്ള തൊഴിലാളി വിഭാഗം പറയുന്നത്. തൊഴിലാളി പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ആരായാലും നമുക്കൊരു വിഷയമല്ല. നമുക്കാണ് എസ് എഫ് ഐ പിള്ളേർ ഇപ്പൊ ഇറങ്ങിക്കൂടെ? ഇപ്പൊ ഇറങ്ങിക്കൂടെ കലാപ ഭൂമി ആയിക്കൂടെ? എന്തുകൊണ്ട് നമ്മൾ ചെയ്യാത്ത ആത്മസ്വയം പാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ കുറെ വിവരമില്ലാത്ത കുറെ ഇറക്കി വിട്ടിട്ടുണ്ട്. എത്ര പേരെ മർദ്ദിച്ചിട്ടുണ്ട്? എത്ര പേര് ഇവിടെ ഷെഡിനകത്ത് കയറി 4-5 പേരെ മർദ്ദിച്ച് 4-5 പേരെ ഷെഡിനകത്ത് കയറി മറിച്ചത്. അവര് ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. CIT ആൾക്കാരെ ഈ KSC-കാരന്മാര് ഷെഡിലിരിക്കുന്ന ചാനലുകളുടെ ആത്മാർത്ഥമായിട്ട് പറയാണ്, നിങ്ങൾ വേണ്ടപ്പെട്ട അധികാരികളെ ഇത് അറിയിച്ചില്ലെങ്കിൽ ചുമട്ടുതൊഴിലാളി ശക്തി എന്നു എല്ലാവർക്കും അറിയുന്നതാണ്. ചുമട്ടുതൊഴിൽ സംഘടിച്ചു കഴിഞ്ഞാൽ KSC-കാരന്മാരെ പഠിക്കാൻ സമ്മതിക്കില്ല. അവന്മാരെ പഠിക്കാൻ സമ്മതിക്കില്ല. KSC-കാരന്മാരെ പഠിക്കാൻ സമ്മതിക്കില്ല. അവന്മാരെ സ്കൂളുകളിൽ കയറും. സ്കൂളിലെ മാന്യത നമ്മൾ കയറില്ല. ഇവർ വെളിയിറങ്ങി അവന്മാരെല്ലാം കൈകാര്യം ചെയ്യും. കോളേജുകളെല്ലാം കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഇവിടെ നമ്മൾ അതായത് ആര്യ അടിച്ച പ്രവർത്തകർ ഇതിന് ഇവിടെയുണ്ട്. നേരത്തെ അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഈ മാർച്ച് നടക്കുന്നതിനിടെ ഷെഡിന്റെ ഫ്രണ്ടിലാണ് നിന്നത്. നമ്മൾ 3-4 തൊഴിലാളികള് ഷെഡിന്റെ ഫ്രണ്ടിൽ നമ്മളിവിടെ വെയിറ്റിംഗ് ഷെഡായിട്ട് ഈ ഇരുന്ന സമയത്താണ് ഇവിടെ KSC-ന്റെ യൂത്ത് കോൺഗ്രസിന്റെ കുറെ ക്രിമിനൽസ് വന്ന് ഷെഡ് പൊളിക്കാൻ വേണ്ടി വന്ന് അത് എതിർക്കാൻ ശ്രമിച്ചപ്പോഴാണ് എന്നെയും എന്റെ കൂടെയുള്ള 2 പേരെയും മർദ്ദിക്കുകയുണ്ടായത്. അതെ, ഈ CIT-ന്റെ ഡ്രസ് ഇട്ടുകൊണ്ട് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ അല്ല എന്നുള്ളത്. അതെ, സമരത്തിന് വന്നത് ഷെഡിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. ഷെഡ് പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ സമയത്താണ് ഈ ആടി വന്നത്. ആര്യ ഇപ്പോൾ തൊഴിലാളി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രകോപനമില്ലാതെയാണ് ഇവിടുത്തെ CIT പ്രവർത്തകരെ മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. കണ്ണ് കലകിയ നിലയിലുമാണ് ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ KSU നേതാക്കൾ ആര്യ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു ബിയർ കുപ്പിയുടെ ചിത്രമാണ്. അത് പൊട്ടിച്ച നിലയിലാണുള്ളത്. പ്രവർത്തകർ കൊണ്ടുവന്നതാണോ എന്നതടക്കമുള്ള സംശയമാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ നേരത്തെ ഗോലി